വിവാദ സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാന സർക്കാർ റദ്ദാക്കി. ഇന്നു ചേർന്ന മന്ത്രിസഭാ യോഗമാണ് സ്ഥലം ഏറ്റെടുപ്പ് വിജ്ഞാപനം ഉൾപ്പെടെ റദ്ദാക്കാൻ തീരുമാനിച്ചത്. പദ്ധതിയുടെ ഭാഗമായുള്ള മഞ്ഞക്കുറ്റികൾ മാറ്റാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കുമെന്ന വാക്ക് പാലിക്കുകയാണ് വി ഡി സതീശൻ സർക്കാർ. വിനാശകരമായ പദ്ധതി എന്നാണ് സിൽവർ ലൈൻ പദ്ധതിയെ അന്ന് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. മഞ്ഞക്കുറ്റികൾ പിഴുതെറിയുമെന്ന വാക്കുകൂടിയാണ് ഇവിടെ പാലിക്കപ്പെടുന്നത്. തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനം. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഘട്ടഘട്ടമായി നടപ്പിലാക്കാനാണ് മന്ത്രിസഭാ തീരുമാനം. ജൂൺ 1 മുതൽ 100 ദിന കർമ്മ പരിപാടികൾ നടപ്പിലാക്കും. മാനിഫെസ്റ്റോ നടപ്പാക്കും. മാനിഫെസ്റ്റോ നടപ്പാക്കുന്നതിന്റെ ആദ്യ ഭാഗമായിട്ടാണ് ജൂൺ 1 തീയതി മുതൽ 100 ദിവസക്കാലം ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കർമ്മ പരിപാടി കൂടി വരും. 100 ദിവസത്തേക്ക്. ഓഗസ്റ്റ് 31-നകം കാലാവധി തീരുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ നീട്ടാൻ PSCയോട് ആവശ്യപ്പെടും. ചികിത്സാ പിഴവിനെ തുടർന്ന് മരണപ്പെട്ട വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.